തവണ ഞാൻ ഇമെയിൽ ചെയ്യുമ്പോഴത്തേക്കും റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവൻ ഓരോ പുതിയ ഇമെയിൽ ഐഡി ഉണ്ടാക്കും, എന്നിട്ട് അതേ ഇമെയിൽ ഐഡി വെച്ചിട്ട് യൂട്യൂബിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പേടിയില്ല എന്ന് പറഞ്ഞാൽ കാണിക്കുന്നതാണ്. അവൻ ചെയ്യത്തില്ല. അതെ, അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ഇത് ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ആളുകള്, പ്രത്യേകിച്ച് ഫാമിലിനെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകള്, യു ഷുഡ് കം അപ്പ്. നമ്മുടെ നാട്ടില് നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ അനുസരിച്ച് പല ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ സുജിത് ഭക്തനും അതുപോലെ ഭാര്യയ്ക്കുമേറ്റ ഒരു സൈബർ ബുള്ളിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വിഷയോടെ എടുക്കുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. അതായത് ഇവരുടെ ചാനൽ വളരെയധികം പ്രശസ്തമാണ്, ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ്. ഇപ്പം ഞാനും ഒക്കെ അതിൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. എനിക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു ട്രാവൽ ബ്ലോഗറാണ്. അപ്പം അവരുടെ ഫാമിലി നമുക്ക് ഇഷ്ടമാണ്, വളരെ കോമിക്കാണ്, വളരെ രസകരമായിട്ടാണ് അവരുടെ വീഡിയോസ് എല്ലാം പോകുന്നത്. അപ്പം അവർക്ക് ഏറ്റവും സൈബർ ബുള്ളിംഗ് ആണ് നമ്മളിവിടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം കുറച്ച് ഭാഗങ്ങൾ അവരുടെ വീഡിയോയിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടിട്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് നിയമത്തിന്റെ വഴിയിൽ പ്രത്യേകിച്ച് വലിയ ശിക്ഷയൊന്നും മാറ്റി കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ ആളെ പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ, അത് ആരാണ്, അവൻ എവിടെയാണെന്നുണ്ടെങ്കിലും അവന്റെ വീട്ടിൽ പോയി ഞാൻ ശ്വേതയും കൂടെ അവനെ തല്ലും. ഞാൻ തല്ലും, ഞാൻ തല്ലും. എന്നിട്ട് തല്ലിയിട്ട് അവൻ എനിക്കെതിരെ കേസ് കൊടുക്കും. എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കും. അതാണ് അവൻ അങ്ങനെ പറ്റും. അതാണ് ഇപ്പൊ നമ്മളെ വൃത്തികേട് പറഞ്ഞ് ഉപദ്രവിക്കുന്ന ഒരാളെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പോയി അവനെ തല്ലിയിട്ട് എനിക്ക് അവനെ തല്ലണം, എനിക്ക് അവനെ തല്ലി, ഞാൻ അവന്റെ മുഖത്ത് നോക്കി തല്ലി, ഞാൻ മുഖത്ത് തന്നെ അടിക്കും. ഞാൻ അടിച്ചാൽ അവൻ നിന്ന് നേരത്തൊന്നും ഇല്ലായിരിക്കും, അവൻ എന്തെങ്കിലും ഞാൻ തല്ലും, ഉപദ്രവിക്കും, ഫിസിക്കൽ ഹാം ചെയ്യും. എന്നിട്ട് അവൻ എനിക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ഞാൻ പോയി അകത്ത് കിടക്കും. അത് മതി. അത് എന്റെ നിയമ സംവിധാനത്തോടുള്ള ഒരു എന്താ പറയാ, പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയധികം മാനസികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് നമ്മളെ 100% അറിയാവുന്ന ഒരാളാണ്. സർവേലൻസ് നമ്മുടെ കേരള പോലീസിന് കുറച്ചെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ ആൾ ഉടനെ തന്നെ പിടിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്വേത 2 മാസമായി സൈബർ പോലീസിൽ പരാതി നൽകിയിട്ട് 2 മാസമായിട്ട് കാര്യമായിട്ടുള്ള നീക്കുപോക്കുകളും പരിപാടികളൊന്നും നടക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ സ്ലോലി അത് വീണ്ടും, കാരണം അത് കണ്ടല്ലോ നിങ്ങള്, ചുമ്മാ വെറുതെ ഇങ്ങനെ അങ്ങ് ഉപദ്രവിക്കുകയാണ്. ഇവര് ആരെയും ശല്യം ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇവര് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമുണ്ട്, ഇവരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഈ പറയുന്ന വ്യക്തി. ഇതില് ആന എന്നൊക്കെ, എലിഫന്റ് എന്നൊക്കെ രീതിയിലാണ് ശ്വേതയെ പറഞ്ഞിരിക്കുന്നത്. ആർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? വളരെയധികം മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇവരുടെ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ കമൻറ്റിയുടെ സൈഡിൽ കൊടുക്കാം. ഞാനത് വായിക്കുന്നില്ല, കാര്യം വളരെ വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റ്സ് ആണ്. അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സംസ്കാരം അതിനനുവദിക്കില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരുടെ ഓരോ വീഡിയോസും ഫോളോ ചെയ്യുന്നവരാണ് കേട്ടോ. ഓരോ വീഡിയോസും കണ്ടതിന് ശേഷം ആ വീഡിയോ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണോ അവരുടെ മെയിൽ ഐ ഡി തപ്പിപ്പിടിച്ച് അവർക്ക് മെയിൽ അയക്കുക, ഇവർക്ക് ഇപ്പോൾ സുജിത്തേട്ടന് മെയിൽ അയക്കുക, ശ്വേതയ്ക്ക് മെയിൽ അയക്കുക, എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാവരും ആ വീഡിയോയിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാ മെയിൽ ഐ ഡി കണ്ടുപിടിച്ച് എല്ലാവർക്കും മെയിൽ അയക്കുകയാണ് ഈ വ്യക്തിയുടെ ലക്ഷ്യം. അതിൽ അയച്ചിരിക്കുന്ന ഒരു മെയില് നമ്മുടെ സുജിതേട്ടൻ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതുകൂടെ കണ്ടിട്ട് വരാം. ഈ പരനാറി ഭക്തനെ എങ്ങനെ സഹിക്കുന്നു? ഈ ബുൾജെറ്റിനെ അടുത്തൊരു വാക്ക് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ പറയാം. ഈ ബുൾജെറ്റിനെ ഊമ്പിച്ച് പറ്റിച്ച് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം കാണിച്ചു. ഞാനോ ചെയ്തോ? അതിന്റെയൊക്കെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതും പോരാത്തതിന് ഇവന്റെ പൊണ്ണത്തടിച്ച് കുള്ളത്തി ഭാര്യ ഇന്റർവ്യൂവിൽ വന്ന് ഈ ബുള്ളിനെ പ്രാഗി തമ്മിലടിപ്പിക്കുകയും ഏഷണി പരദൂഷണിയാണ് ഇവന്റെ മെയിൻ. വിശ്വാസവഞ്ചകൻ, തരം കിട്ടിയാൽ പറ്റിക്കാൻ നടക്കുന്നവൻ, അങ്ങനെ കുറെ എന്നെ പറ്റി കുറെ എഴുതിയിരിക്കുന്നു. എന്നെ പറ്റി നീ എന്തുകൊണ്ട് എഴുതിക്കോ, എന്റെ ഭാര്യനെ എന്റെ ഫാമിലിയെ പറ്റി നീ എഴുതരുത്, എന്നെ പറ്റി നീ എന്താണെന്ന് എഴുതിക്കോ, നീ ആരോട് എന്ത് വേണം ചെയ്തോ, പക്ഷെ എന്റെ ഫാമിലിയെ പറ്റി പറയുന്ന എനിക്ക് ഒരു റൈറ്റ്സും ഇല്ല. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ്സ്. ഇതാണ് എന്റെ മോനെ വയറ്റി കിടന്നപ്പോ മോനെ കുറിച്ച് പറഞ്ഞത്. അതെ, എന്നിട്ട് ഇവന്റെ തടിച്ച് ഭാര്യയ്ക്ക് ഡ്രൈവറായി ഇവന്റെ അനിയനെ വെച്ചു കൊടുത്തു. സ്വന്തം മോനെ 1 ലക്ഷം രൂപയ്ക്ക് പഠിപ്പിക്കുന്ന നാറി കാശിനോട് ആർത്തി മൂത്ത് ഒരു തടിച്ച് കുള്ളത്തിയെ കെട്ടി വിദേശ അന്യ സ്ത്രീകളുടെ കൂടെ വെള്ളം അടിച്ച് നടക്കുന്നു. സാനി അയ്യപ്പനെ പോലുള്ള ചിക്സിനെ, തന്തവൈബ് പോലുള്ള അപ്പൂപ്പൻ ബേബി എന്നൊക്കെ ഇൻസ്റ്റയിൽ വിളിച്ച് ക്രിഞ്ചടിപ്പിക്കുന്നു. ആ കമന്റ് നീ കണ്ടല്ലേ? എന്താ സംഭവം? ബെഡ്റൂമിൽ ശയന സുഖം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ലൈക്ക് ഇങ്ങനെയുള്ള മെയിലും സംഭവങ്ങളാണ് ഇവൻ അയച്ചു. സൈബർ ബുള്ളിംഗ് ഉണ്ടല്ലോ, നമുക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു നമുക്ക് ഏത് നിലവാരത്തിലാന്ന് പോലും പറയാൻ പറ്റില്ല. അത്രമാത്രമാണ് നമ്മുടെ ശ്വേത ഇതിനകത്ത് അപമാനിച്ചിരിക്കുന്നത്. അത് നമ്മുടെ സുജിതേട്ടൻ വായിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്, അതൊരു വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇവന്റെ ഒരു ഇമെയിൽ ഐ ഡി കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ യൂസ് ചെയ്ത ഒരു സംഭവം നമ്മൾ തപ്പിപ്പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് സൈബർ സെല്ലിലെ ആൾക്കാർ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട്. ആ സാധനം അത് വെച്ച് തന്നെ ഞങ്ങൾ പൂട്ടും. നമ്മുടെ പണ്ട് മുതലേ നമ്മളെ അടുത്തറിയാവുന്ന, നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന, നമ്മുടെ എല്ലാ വീഡിയോസും ഒന്നും വിടാതെ കാണുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായില്ലേ? അത്രയും അടുത്ത ഒരു വ്യക്തിയാണ് ഇവൻ. ബ്രാ ഇടൂലേ, ഒത്ത സൈസ് കിട്ടാത്തതിനാണോ, അതോ ആ വെകിളി തെണ്ടി ഋഷിച്ചക്കന് ആ ബസൂക്കയിൽ നിന്ന് എനിക്ക് വിശക്കുന്ന എന്ന് പറയുമ്പോൾ പാല് കൊടുക്കാനാണോ? നല്ല വൃത്തികേടായിട്ടുണ്ട്, ഒരു ഷാൾ ഇട്ടാ വൃത്തികേട് മറച്ചൂടെ, കീലേരി അച്ചു. ഈ ഒരു കമന്റ് മതി അതിനെ പൂട്ടാൻ. ബോഡി ഷേമിംഗ് അല്ല ഇത്. ബോഡി ഷേമിംഗ്, ഇതൊക്കെ ബോഡി ഷേമിംഗ് അല്ല. ഇത് ആരാണെന്ന് മനസ്സിലായോണ്ടല്ലോ, സൈബറിൽ നമ്മൾ കേസ് കൊടുത്തു കണ്ടെത്തി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ശിക്ഷയൊന്നും കിട്ടത്തില്ല. അത് ഇവർക്കും അറിയാം.
കാര്യം ഇവർക്കൊന്നും വലുതായിട്ട് ശിക്ഷയില്ല. കാര്യം ഇതൊക്കെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലൊക്കെ ചോദ്യം തീർത്തിയൊക്കെ പോകത്തേ ഉള്ളൂ. കോടതിയിലൊന്നും അവർക്ക് കോടതിക്കൊന്നും സമയമില്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകളൊന്നും വലിയ വിലപ്പെട്ട് പോവുകയില്ല. ഇപ്പം ഒരുപാട് സൈബർ കേസുകളുണ്ട്. എന്തിനാണ് ഒരു തീരുമാനമായിട്ടുള്ള ഒന്നിനും തീരുമാനമായിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ അത്രമാത്രം സെലിബ്രേറ്റ് ആയിരിക്കണം. നമ്മുടെ ഹണി റോസിനെതിരെ വന്ന കേസ് നമ്മൾ കണ്ടായിരുന്നല്ലോ, ബോഡി ഷെയിം ചെയ്തു. ഉടനടി കേസ് വന്നു, ബോച്ചെ അറസ്റ്റിലായി, ഭയങ്കര ഇതായി അല്ലേ. പക്ഷേ സാധാരണക്കാർക്കൊന്നും ഒരു വിലയും നമ്മുടെ നീതിപീഠം ഒന്നും നൽകുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങളോട് കാണാം. എന്റെ കൈ കിട്ടിയാൽ അത് എവിടെ ആണെങ്കിലും ഞാൻ നിനക്ക് നിന്നെ വന്ന് തല്ലിയിരിക്കും. അത് എന്ത് നീ ചെയ്താലും ഞാൻ തല്ലിയിരിക്കും. എനിക്ക് നീ തല്ലി ഞാൻ ജയിലിൽ പോയി കിടന്നാലും എനിക്ക് ഒരു കോപ്പമില്ല ഞാൻ പറയാണ്. അത് ഉറപ്പായിട്ടും ഞാൻ തല്ലിയിരിക്കും. ഞാൻ എന്തെങ്കിലും ചെയ്തിരിക്കും. അത് നീ നോക്കി വെച്ചു, ഊന്നി വെച്ചോ നീ. അത് അത്രയ്ക്ക് എനിക്ക് നിന്നോട് ദേഷ്യമാണ്. ഞാൻ തല്ലിയില്ല, ശ്വേതയാണെങ്കിലും നിന്നെ തല്ലും. നിന്നെ ഞാൻ പിടിച്ചെടുത്ത് ശ്വേതയാണെങ്കിലും നിന്നെ തല്ലും. ഞങ്ങൾ രണ്ടുപേരും നിന്നെ തല്ലിയിരിക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുത്ത് നിനക്ക് എന്തെങ്കിലും നിന്റെ ഉപദ്രവം ഹാം ചെയ്ത് നിന്നെ ഫിസിക്കൽ ഹാം ചെയ്തിരിക്കും. അത് 100% ഉറപ്പാണ്. ഈ വീഡിയോയുടെ പേരിൽ എനിക്ക് കേസ് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഇനി നീ നിന്നെ തല്ലി എന്ന് പറഞ്ഞ് നീ കേസ് കൊടുത്താലും എനിക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ അകത്ത് പോയി കിടക്കാൻ ഞങ്ങൾ ഹാപ്പിയാണ്. എന്റെ പോലെ ഇപ്പൊ അമ്മ അച്ഛനുണ്ട്, അല്ലെ ശ്വേത അമ്മ അച്ഛനുണ്ട്, അവർ നോക്കിക്കോളും. അതിന്റെ പേര് ഞങ്ങൾ അകത്ത് പോയി കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടെ കുറെ ഭരണകൂടം ഉണ്ടല്ലോ, ഇവരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂടെ. അവർ സഹായിക്കോളാം ഞങ്ങളെപ്പോൾ ആൾക്കാരെ സഹായിക്കുക. നീ പറഞ്ഞു നിന്നെ കണ്ടുപിടിക്കാനായിട്ട്. ഇനി നീ കേരളത്തിലല്ല, ഇന്ത്യയിലില്ല, നീ വിദേശത്ത് ഏതെങ്കിലും രാജ്യത്താണെന്നുണ്ടെങ്കിൽ നീ ഇന്ത്യ കാലുകുത്തുന്ന ആ ദിവസം നിന്നെ പൊക്കിയിരിക്കും, പൂട്ടിയിരിക്കും. നിനക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അറിയോ നിനക്ക്? ഇതിനോടുള്ള ഇവരുടെ പ്രതികരണം സൂപ്പറാണ് കേട്ടോ. കാര്യം ഇവനൊക്കെ ഉടനടി മറുപടി കൊടുക്കണം. ഇതിനൊന്നും നമ്മൾ വീടില്ല എന്നും ഇത് ഓപ്പണായിട്ട് തന്നെ, അതായത് ശ്വേത പറയുന്ന കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് തന്നെ നമ്മൾ സുജിത്തേട്ടൻ വായിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. കാര്യം ചെയ്യണം, ഇതൊന്നും നമുക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ നിന്നെ എപ്പോഴെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള മറുപടി തരുമെന്ന് സുജിത്തേട്ടൻ പറയുന്നുണ്ട്. അതുപോലെയാണ് വേണ്ടത്. അതായത് കൃത്യമായി പറയുന്നുണ്ട്, നിന്നെ ഞങ്ങൾ അവിടെ വന്നു തല്ലുവെന്നും തല്ലിക്കഴിഞ്ഞാൽ നീ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്ത് ഞങ്ങൾ ജയിലിൽ പോകണമെന്നും അങ്ങനെയാണ് പറയുന്നത്. അതായത് ജയിലിൽ പോലും രക്ഷപ്പെടാൻ പറ്റും ഉറപ്പാണ്. കാരണം ഇത്രമാത്രം ഹീനമായ രീതിയിൽ ആ കുഞ്ഞിനെ പോലും വെറുതെ വിടുന്നില്ല. അത്ര മോശമായിട്ടുള്ള രീതിയിലാണ് ഇവന്മാർ പറയുന്നത്. എന്തായാലും ബാക്കി കൂടെ കാണാം നമുക്ക്. ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ നമുക്ക് ചെറുപ്പകാലം മുതൽ നമ്മൾ കൊടുക്കേണ്ട ഒരു സംഭവം ഉണ്ട്. എന്താണെന്നറിയോ? ഹൗ ടു യൂസ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കാം, സോഷ്യൽ മീഡിയ ഏത് രീതിയിൽ ഉപയോഗിക്കണം, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം, സോഷ്യൽ മീഡിയയിൽ ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം, എങ്ങനെ കമന്റുകൾ ചെയ്യണം എന്നൊക്കെയുള്ളത് അതിപ്പോഴും കുറെ പേർക്ക് അറിയത്തില്ല. അതെ, സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഒരു പരിധിവരെയൊക്കെ ഫേസ്ബുക്കിലാണ് അത് കൂടുതലായിട്ടുള്ളത്. എനിക്ക് കുറെ പേര് കമന്റ്സ് ഇടുന്നവരുടെ ഒരു വിചാരം ഉണ്ടല്ലോ, ഇവരൊന്നും കണ്ടെത്താൻ പറ്റില്ലെന്നാണ്. സൈബറിൽ അവരെ കണ്ടെത്തിയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന പോലെ നിരവധി കേസുകൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ അവരും വലിയ ഒരു മുഖവിലേക്ക് കൊടുക്കുന്നില്ല. സത്യം, ഇതാണ് കാര്യം. ഇവരെ കണ്ടെത്തിയാലോ ഇവർക്ക് ശിക്ഷ കിട്ടില്ല എന്ന് വെച്ചാൽ നമ്മളാരും കാണുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ. പക്ഷെ ഇതിനൊക്കെ കൊണ്ടുവരേണ്ട കാര്യം എന്താ അറിയാമോ? സുജിത്തേട്ടൻ ഇവരെ കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവരെ എടുത്ത് പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവരണം. ഇവന് എത്ര മാന്യനായാലും ഇവന്റെ മാന്യത അവിടെ വലിച്ചു കയറണം. ഇവനിട്ട ഫുൾ കമന്റ്സുകൾ പുറത്ത് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇവനൊക്കെ പഠിക്കുള്ളൂ. ഇനി ഒരുത്തന് ഇത് ചെയ്യാതിരിക്കുകയുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇവനൊന്നും ഒരു ശിക്ഷയും ലഭിക്കുന്നില്ല. ഇത് ഞങ്ങളൊന്നും ആരും തിരിച്ചറിയുന്നില്ല. ഇത് എന്തായാലും എന്താ കുഴപ്പമോ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല എന്നും പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പറയും കമൻസ് അല്ലേ പോട്ടെ, ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ഹൃദയത്തെ അത് വളരെയധികം ബാധിക്കും. ഈ പറയുന്നവർക്ക് അത് പറഞ്ഞങ്ങ് പോകാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഇത് എന്താ അഫക്റ്റ് ചെയ്യുന്ന ഓരോ ഫാമിലിയും വളരെയധികം ബാധിക്കുന്ന കാര്യമാണ് കേട്ടോ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്ന ഇപ്പം നമ്മളത് വീഡിയോ ചെയ്യുന്നവരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഓക്കെ ആ ഒരു മൈൻഡിലങ്ങ് എടുക്കും. പക്ഷെ വീട്ടിലുള്ളവരെ പറഞ്ഞു തുടങ്ങിയുണ്ടല്ലോ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും. ഇവന്മാർ പറഞ്ഞ് അങ്ങ് വീട്ടിലുള്ളവരെയും കൂടെ പറയുകയാണ്. ഇപ്പം നമ്മുടെ വീഡിയോസിനടിയിലേക്ക് വരുന്ന കമൻറ്റ്സ്, ഞാനാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ വരുന്ന എല്ലാ വൃത്തികെട്ട കമൻറ്റുകളും ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യും കേട്ടോ. കാര്യം എനിക്ക് വിഷമമാണത് കിടക്കുന്നതാകുമ്പോൾ. നമ്മുടെ ചാനൽ വേറൊരാൾ കയറി നോക്കുമ്പോൾ ഈ കമൻറ്റ് കാണുമല്ലോ എന്നൊക്കെയുള്ള വിഷമം കൊണ്ട് ഞാൻ ഒരുപാട് ബോഡി ഷെയിം ചെയ്തിട്ട് തള്ളേ നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലയോ, ഇതൊരു ജോലിയാണ്, ഈ വീഡിയോ ചെയ്യുന്ന ജോലിയല്ലേ, എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അതൊന്നും അവർ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല, വേറെ വല്ല പഠിക്കും പൊക്കൂടെ. തെറിയൊക്കെ വളരെ വൃത്തികെട്ടുള്ള തെറിയൊക്കെ നമ്മുടെ കമൻസിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു വട്ടം വിചാരിച്ചായിരുന്നു ഈ കമൻറ്റെല്ലാം എടുത്തൊരു വീഡിയോ റിയാക്ട് ചെയ്യണമെന്ന്. പിന്നെ ചോദിച്ചാൽ എന്തിനാണ് ഇവനൊക്കെ വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ അടുത്തൊരു ഐഡിയയിൽ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ ഇതിനൊന്നും നമ്മൾ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള അപമാനം, അതായത് ശ്വേതയ്ക്കേറ്റ ഇത്തരത്തിലുള്ള അപമാനത്തിന് ശക്തമായ മറുപടിയുമായിട്ട് സുജിത്തേട്ടൻ മുമ്പിൽ വരണം എന്നാണ് ഞാൻ പറഞ്ഞത്. കണ്ടെത്തണം. എന്നിട്ട് ഒരിടത്ത് മാത്രം കീലേരി അച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഇത് പറയുന്നുണ്ട്. അപ്പം ഇവനെ കണ്ടെത്തിയിട്ട് ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം. അപ്പം നീതിയുടെ, അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നേരിട്ടാണെങ്കിൽ അങ്ങനെ, എന്തായാലും കൊണ്ടുവന്നിട്ട് ഇവനെ കറക്റ്റായിട്ടൊരു ലൈവിലോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടോ ഇവനെ കൊണ്ടുവന്ന് പബ്ലിക്കിന് മുമ്പിൽ കൊടുക്കണം. പിന്നെ ബാക്കിയുള്ളത് അവരായിക്കോളും. അത്രയും മാത്രം ഇവനെയൊക്കെ പുറത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഇവൻ്റെയൊക്കെ ആ പൊയ് മുഖം ഉണ്ടല്ലോ, ആരും കാണുന്നില്ല കേൾക്കുന്നില്ല എന്നുള്ള പൊയ് മുഖം വലിച്ചു കീറിയാൽ മാത്രമേ ഇവനിൽ നിന്നൊക്കെ ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ.
ഓക്കെ ഫ്രണ്ട്സ്, വളരെയധികം സത്യം പറഞ്ഞാൽ എന്തുവാ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്, നമ്മുടെ സുചേര പറയുന്ന പോലെ കുഞ്ഞു മക്കളെ ആകുമ്പോൾ സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പഠിപ്പിക്കണം. സത്യം പറഞ്ഞാൽ കൊച്ചിൽ തന്നെ. ഇതിപ്പോൾ ചിലപ്പോൾ വളരെ പ്രായം കുറഞ്ഞ ആളുകളായിരിക്കും, അല്ലെങ്കിൽ പെൺകുട്ടിയായിരിക്കും, ആൺകുട്ടിയായിരിക്കും. ഇവർക്കൊക്കെ സമൂഹത്തിന് മുമ്പിൽ നല്ലൊരു വിലയും നിലയുള്ളവരായിരിക്കും. ഇതിപ്പോൾ ആരും അറിയുന്നില്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഇവരിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ മുമ്പിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വ്യക്തമായ ഒരു അറിവ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊടുക്കണം. സുചേട്ടൻ പറയുന്നത് അത് അത്യാവശ്യമാണ്. എന്തായാലും പുതിയ അപ്ഡേഷൻസ് ഇതിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവനെ ഉടനെ തന്നെ കണ്ടെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവളായാലും ഉടനെ തന്നെ വെളിച്ചത്ത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.